ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ നിഖില മേഖലകളെയും സ്പർശിച്ചാണ് ഇസ്ലാം കടന്നുപോകുന്നത്. ധാരാളം ഫർദുകൾ ഉണ്ട് എന്നതിന് പുറമെ സുന്നത്തുകളും ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ചര്യകൾ നാം ചേർത്ത് വെക്കുമ്പോൾ ജീവിതം വളരെ മനോഹരമാകുന്നു. ധാരാളം സുന്നത്തുകൾ സഹാബികൾ, താബിഈങ്ങൾ, പണ്ഡിതന്മാർ അവരെല്ലാം അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അവരുടെ ജീവിതം വളരെ പ്രക്ഷോഭിതമാക്കിയതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ ഒരു ആശയം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമം പറയുമ്പോൾ അത് ശാസ്ത്രത്തോട് എത്രത്തോളം യോജിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ സ്വീകരിക്കുകയും തള്ളപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത് ഓരോ സുന്നത്തുകൾക്കും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ രഹസ്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയൊരു എക്സാമ്പിൾ മാത്രം പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാൽ ധരിക്കുകയും ചെരുപ്പ് അഴിക്കുമ്പോൾ ഇടതുകാൽ അഴിക്കുകയും ചെയ്യുക എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അത് ഖൽബ് കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്, തിരുചര്യയാണെന്ന് മനസ്സിലാക്കി അവനത് ചെയ്യുമ്പോൾ അവന് വന്നമായ പ്രതിഫലം അള്ളാഹു നൽകുന്നു. ഇതിനു പുറമെ മഹാന്മാർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ഥിരമായി ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാൽ ധരിക്കുകയും അഴിക്കുമ്പോൾ ഇടതുകാൽ അഴിക്കുകയും ചെയ്താൽ പ്ലീഹ രോഗത്തിൽ നിന്ന് അവന് സംരക്ഷണം നൽകപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രവൃത്തി കൊണ്ട് സുന്നത്തിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യപരമായ സംരക്ഷണവും നൽകപ്പെടുന്നു എന്നുള്ളതാണ് വളരെ മഹത്തരം. അള്ളാഹു നന്മകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.